അന്യസംസ്ഥാനങ്ങളിലെ തൊഴിലിടങ്ങളിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താനായി നാട്ടിലെത്തുന്ന മലയാളികൾക്ക് ചുവപ്പ് സിഗ്നലുമായി KSRTC. തെരഞ്ഞെടുപ്പ് കാലത്തെ തിരക്ക് പരിഗണിച്ച് പ്രത്യേക സർവീസുകൾ ഒന്നും തന്നെ KSRTC നടത്തുന്നില്ല. അതേസമയം അമിത നിരക്കിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ അന്തർസംസ്ഥാന ബസ്സുകൾക്ക് ഇത് ചാകരയായി മാറി. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതു മുതൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്കുള്ള യാത്രാ ടിക്കറ്റുകൾ മലയാളികൾ ബുക്ക് ചെയ്തു തുടങ്ങിയിരുന്നു. ട്രെയിൻ, ബസ്, വിമാനം എന്നിങ്ങനെ ഏത് ഗതാഗത മാർഗവും നാട്ടിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നതിനുള്ള തിരക്കിലാണ് മലയാളികൾ. ജീവിതമാർഗത്തിനായി അന്യ സംസ്ഥാനങ്ങളിൽ പോയി തൊഴിൽ ചെയ്യുന്ന ഇവർക്ക് വോട്ടു രേഖപ്പെടുത്താനായി സ്വന്തം നാട്ടിലെത്താൻ കടമ്പകളേറെ. തെരഞ്ഞെടുപ്പിന് നാട്ടിലെത്താൻ ആവശ്യത്തിന് KSRTC ബസ് സർവീസുകൾ ഇല്ല എന്നത് ഏറെ പരിതാപകരം. അല്ലെങ്കിൽ പിന്നെ ഇത്ര ആൾക്കാർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിട്ടൊന്നും വരൂ. അപ്പം ഞങ്ങൾക്ക് സ്ഥിരം വണ്ടി ഇവിടെ തിരുവനന്തപുരത്തേക്ക് 2 വണ്ടിയുണ്ട് ഡെയിലി. അത് കൂടാതെ 5 വണ്ടിയാണ് സ്പെഷ്യലി. അതായത് ആൾക്കാർ തിരക്ക് കൂടിയപ്പം 5 വണ്ടി അവിടുന്ന് എക്സ്ട്രിക്കുകയാണ്. മൈസൂർ, ബംഗളൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്താനുള്ള പ്രൈവറ്റ് ബസിന്റെ ടിക്കറ്റ് ചാർജ് തിങ്കളാഴ്ച തന്നെ ഒറ്റയടിക്ക് 3250 രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചു. இப்போ இன்னைக்கெல்லாம் வந்து எக்ஸ்ட்ரா வண்டி போட்டுருக்காங்க. இன்னைக்கு எலெக்ஷன்றதால இன்னைக்கு எக்ஸ்ட்ரா வண்டி போட்டுருக்காங்க. பெங்களூர் டு ட்ரிவாண்ட்ரத்துக்கு எக்ஸ்ட்ரா வண்டி போட்டுருக்காங்க இன்னைக்கு. இப்போ இங்கேருந்து வண்டி ஃபுல்லு தான். இங்கே நார்மல் டிக்கெட் தான் மாமலாக இன்னைக்கு வண்டி ஃபுல்லு தான். இங்கேருந்து மதுரை, നാഗർകോവിൽ, മാർത്താണ്ഡം, ട്രിവാൻഡ്രം. തിരഞ്ഞെടുപ്പിന് നാട്ടിലെത്താനുള്ള അവസാന ദിവസം സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല ഒട്ടേറെ ടാക്സികളും സർവീസിനായി റോഡിലിറങ്ങി. ഇന്ന് എലക്ഷനായിട്ട് കൂടുതൽ ആൾക്കാർ ബസ് യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടിയിലും ഉണ്ട്. കൂടുതലായിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തിരക്കുണ്ട്. ഇവരും ആളും തരവും നോക്കിയാണ് യാത്രാക്കൂലി വസൂലാക്കുന്നത്. ജനം, തിരുവനന്തപുരം.